പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു അൻപു ബ്ലാക്ക് ഓപ്സുകാരൻ ബോഡി മുഴുവൻ ചോരയായിട്ട് കുറെ അടികൊണ്ട് കാട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. അവൻ പറയും ഇതെല്ലാം തന്നെ ഉടനെ ഹൊക്കാഗെ അറിയണം. അവൻ ഒരു പക്ഷിയുടെ കാലില് ഇപ്പൊ ഒരു ഇൻഫർമേഷൻ ലീഫ് വില്ലേജിലേക്ക് അയക്കും. എന്നിട്ട് അവനെ തന്നെ ഇപ്പൊ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് നശിപ്പിച്ചു കളയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ ആ ഒരു ഇൻഫർമേഷനുമായിട്ട് ഹൊക്കാഗെയുടെ അടുത്ത് വരും. ഹൊക്കാഗെ സ്ക്രോള് വായിച്ച് ഇപ്പൊ കാക്കാഷിയോട് എത്രയും പെട്ടെന്ന് മാൻഷനിലേക്ക് വരാൻ പറയും. അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും ഹൊക്കാഗെ ഇപ്പോ കുട്ടപ്പന്റെ അടുത്താണ്. ഒറോച്ചിമാറുവിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അൻപു ബ്ലാക്ക് ഓപ്സിന് കിട്ടിയോ? അതിന് ഹൊക്കാഗെ പറയും ഇല്ല, അൻപു ബ്ലാക്ക് ഓപ്സിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ പരുക്ക് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അൻപു ബ്ലാക്ക് ഓപ്സിലുള്ള ഒരാളിപ്പോ മരണപ്പെട്ടിരിക്കുകയാണ്. അവന്റെ മരണത്തിന് കാരണക്കാരെ അവരെ കണ്ടുപിടിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ താവളം അതാദ്യം നമ്മള് കണ്ടുപിടിക്കണം. കട്ട് ചെയ്ത കബൂട്ടോ ആ ഒരു ചുന്ദരി പെണ്ണിനെയും കൂട്ടി ഇപ്പൊ ഒരു ജയിലിലേക്ക് കടന്നു ചെല്ലും. കബൂട്ടോ പറയും ഈ ഒരു ഓർഡർ അതെനിക്ക് തന്നത് ഒറോച്ചിമാറു ആണ്. അത് കേട്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് അപ്പൊ ഒറോച്ചിമാറു ആളെന്നെ മറന്നിട്ടില്ലല്ലേ. അതിന് കബൂട്ടോ പറയും ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഒരു മിഷന് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഒറോച്ചിമാറു ഇപ്പൊ നിന്നെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അത് കേൾക്കേണ്ട താമസം അവളിപ്പോ നിലവിളിച്ചു പറയും സെല്ലിലുള്ള എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് വന്ന് പരസ്പരം ഫൈറ്റ് ചെയ്യ്. ഫൈറ്റിൽ ആര് ജയിക്കുന്നോ അവർക്ക് എന്നേക്കുമായിട്ട് ഈ ജയിലിൽ നിന്ന് മോചനം ഉണ്ടാവും. മാത്രമല്ല അവർക്ക് ഒറോച്ചിമാറുവിന്റെ കൂടെ വർക്ക് ചെയ്യാനും കഴിയും. നിങ്ങൾക്കിതൊരു ലക്കി ഡേ ആണെന്ന് പറഞ്ഞ് അവൾ ആ സെല്ല് മുഴുവൻ ഇപ്പൊ തുറന്നു വിടും. കാബൂട്ടോയും ചുന്ദരിയും അവര് രണ്ടുപേരും ഇപ്പൊ മുകളിൽ കയറി അവര് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഹായായിട്ട് നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കുട്ടപ്പൻ റെസ്റ്റോറന്റിൽ വന്ന് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട നൂഡിൽസ് അത് കഴിക്കാനായിട്ട് ഇപ്പൊ ശ്രമിക്കാൻ തുടങ്ങും. അവന്റെ കൈക്ക് ഓൾറെഡി ഇപ്പൊ ഒരുപാട് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. അത് കാണുമ്പോ സാക്കുറയ്ക്ക് അവൾക്ക് ഒരുപാട് വിഷമായിട്ട് ഇപ്പൊ കുട്ടപ്പനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ സാക്കുറ അവൾ അങ്ങനെ കുട്ടപ്പന്റെ അടുത്ത് വന്ന് നിനക്ക് ഞാൻ വാരിത്തരട്ടെ എന്ന് അവനോട് ചോദിക്കും. അത് കേട്ട് കുട്ടപ്പൻ അവൻ പ്രണയ പരവശനായിട്ട് അവൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോ കറക്റ്റ് സമയത്ത് സായി ചാടി വീണ് ആ ഒരു ജോൺ സ്റ്റിക്ക് എടുത്ത് ഒരുപാട് ഫുഡ് എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ വായിലേക്ക് തള്ളി അങ്ങോട്ട് കയറ്റും. അതിന് കുട്ടപ്പന് കലി കയറി ഇപ്പൊ സായിയെ ഇടിച്ചു തെറിപ്പിക്കും. അപ്പൊ അവരുടെ അടി കണ്ട് അവിടേക്ക് കാക്കാഷി മാസ്റ്റർ വന്ന് ഇപ്പൊ കുട്ടപ്പന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അണ്ടിപോയ അണ്ണാനെ പോലെ അങ്ങനെ ഷോക്കായിട്ടിരിക്കുമ്പോ മാസ്റ്റർ പറയും നിങ്ങളെ ഓർത്ത് എനിക്കിപ്പോ ഒരുപാട് അഭിമാനമാണ്. നിങ്ങളുടെ അത്രയും ധൈര്യം ഇപ്പൊ എനിക്ക് പോലും ഇല്ല. കഴിഞ്ഞ തവണ ഫൈറ്റില് ഞാൻ മങ്കിക്യൂ ശരീരം കണ്ണ് ഉപയോഗിച്ചു. ഇത്തവണ നിങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് എനിക്ക് മങ്കിക്യൂ ശരീരം കണ്ണ് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാക്കാഷി കുട്ടപ്പനോട് പറയും നിന്റെ കഴിവും എബിലിറ്റിയും അതിപ്പോ ഒരുപാട് വളർന്നിരിക്കുകയാണ്. നിനക്കിപ്പോ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ ഒരുപടി മുകളിലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും പവറും ഉണ്ട്. മാസ്റ്റർ പറയും ഇനി ഒരിക്കലും ആ ഒരു ജിപ്സു അത് നീ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ഇപ്പൊ ഹൊക്കാഗെ പറഞ്ഞ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ഇപ്പൊ വീണ്ടും ഓർത്തെടുക്കും. നാറൂട്ടോ വീണ്ടും ആ ഒരു ജിപ്സു ഉപയോഗിച്ചാല് തീർച്ചയായിട്ടും അവന്റെ കൈ തന്നെ തകർന്നു പോകും. പിന്നീട് അവനെ നോർമലാക്കാൻ എന്നെ കൊണ്ട് പോലും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. കാക്കാഷി വീണ്ടും ദയവ് ചെയ്ത് നറൂട്ടോ നീ ഇനി ആ പവർ അത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴേക്കും കുട്ടപ്പൻ പറയും മാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനിങ്ങനെ റിസ്ക് എലമെന്റ് ചെയ്താൽ മാത്രമേ എന്റെ സ്ട്രെങ്ത് അത് വർദ്ധിക്കൂ. മാത്രമല്ല എങ്കിലും മാത്രമേ എനിക്ക് ഭാവിയില് ഫിഫ്ത്ത് ഹൊക്കാഗെ ആകാൻ കഴിയൂ. അപ്പൊ അതേ സമയത്ത് ഇവിടെ ഹൊക്കാഗെ ഇപ്പൊ പുതിയൊരു ടീം തന്നെ ക്രിയേറ്റ് ചെയ്യും. അവൾ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും കുട്ടപ്പൻ ഒരിക്കലും ആ ഒരു ജിപ്സു അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അവരങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോ നമ്മുടെ സാക്ഷാൽ ജിറയ മാമൻ ആളൊരു കൊരങ്ങനെ പോലെ ഇപ്പൊ ജനൽ വഴി അകത്തേക്ക് ചാടി വരും. മാമനെ കാണുമ്പോ തന്നെ ഇപ്പൊ ഹൊക്കാഗെ ആന്റി ചോദിക്കും നീ അക്കാസ്കി മെമ്പേഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കണ്ടെത്താനല്ലേ ഗ്രാമത്തിൽ നിന്ന് പോയത്? എന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിനക്ക് കിട്ടിയോ ചോദിക്കുമ്പോ അതിന് മാമൻ പറയും അതൊക്കെ ഞാൻ പിന്നെ പറയാം, എനിക്ക് ആദ്യം എന്റെ ശിഷ്യനെ ഒന്ന് കാണണം. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ കൊനഹമാരു അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. അതിന് കുട്ടപ്പൻ പറയും വാവ് മനോഹരമായിരിക്കുന്നു, നിന്റെ ഫുൾ എബിലിറ്റി അതെനിക്ക് കാണിച്ചതാന്ന് കുട്ടപ്പൻ പറയുമ്പോ അത് കേട്ട് കൊനഹമാരു റെഡി സാർന്നും പറഞ്ഞ് സെക്സി ജിപ്സ് ഉപയോഗിച്ച് ഒരു ചുന്ദരിയായി മാറും. അത് കണ്ട് സാക്കുറയ്ക്ക് ദേഷ്യം വരുമ്പോ ഇപ്പൊ മോഗി എന്ന് പറയുന്ന വേറൊരു പെണ്ണ് കൊനഹമാരുവിന്റെ മൂക്കിടിച്ച് പരത്തും. എന്നിട്ട് അവനുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അത് കാണുമ്പോ സാക്കുറയ്ക്ക് ഇപ്പൊ പഴയ കുട്ടപ്പനെയും സാക്കുറയെ ഓർമ്മ വരും. അതിന് സാക്കുറ ദേഷ്യപ്പെട്ട് നിനക്ക് ഈ ഒരു ജിപ്സ് മാത്രമേ ഇവന് പറഞ്ഞു കൊടുക്കാൻ അറിയോ? അതിന് കുട്ടപ്പൻ പറയും നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ,
ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അവന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ജിറയ മാമൻ ഇപ്പൊ കൈ വീശി കാണിച്ച് കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. മാമനെ കണ്ട സന്തോഷത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഓടി വന്ന് ജിറയെ കെട്ടിപ്പിടിക്കും. കുട്ടപ്പന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ കാക്കാശി വരുമ്പോ മാമൻ കണ്ണുകൊണ്ട് ഇപ്പൊ ഒരു ആക്ഷൻ കാണിക്കും. ഇവന്റെ കാര്യം അതിന് ഞാൻ നോക്കിക്കോളാം. മാമൻ കുട്ടപ്പനോട് പറയും, നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയില് കാണാൻ കഴിയേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ ഒറോച്ചിമാറുവിന് മെഡിസിനുമായിട്ട് ആളുടെ റൂമിലേക്ക് വരും. ഒറോച്ചിമാറു ചോദിക്കും, അവളിപ്പോ എങ്ങനെയുണ്ട്, ഉഷാറാണോ? അതിന് കബൂട്ടോ ഇപ്പൊ തലയാട്ടി കുഴപ്പമില്ല എന്ന് മറുപടി പറയും. അതിന് ഒറോച്ചിമാറു, എനിക്കറിയാം നിനക്ക് അവളെ തീരെ ഇഷ്ടമല്ലാന്ന്, പക്ഷെ ഒരു സമയത്ത് അവള് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കബൂട്ടോ ചോദിക്കും, നിങ്ങൾ അവളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലേ? അതിന് ഒറോച്ചിമാറു, ഇപ്പൊ നമ്മുടെ മുൻപില് വേറെ വഴിയില്ല, നീ അവളെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് കബൂട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. സോ കബൂട്ടോ അവനിപ്പോ സാസുകയുടെ റൂമിൽ പോയി സാസുക അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. സാസുക റൂമിൽ ഉണ്ടോ നോക്കും, പക്ഷെ സാസുക റൂമില് ഇപ്പൊ കാണില്ല. കട്ട് ചെയ്ത ഇപ്പൊ സാസുക ഒരു വാട്ടർഫോൾസിന്റെ അടുത്ത് നിന്ന് അവന്റെ ചിത്തോരി പവർ ഉപയോഗിച്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഒരുപാട് പൂക്കൾ പറിക്കുന്നത് അവൻ കാണും. സാസുക അവളോട് പറയും, ഇത് മോശം സ്ഥലമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് തിരികെ പോണം. അവൾ അതിന് മറുപടി പറയുമ്പോഴേക്കും അവിടേക്ക് കബൂട്ടോ വന്ന് ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനില് ഹൊക്കാഗെ ആവട്ടെ കാക്കാഷിയായിട്ട് സംസാരിക്കുകയാണ്. ഹൊക്കാഗെ ചോദിക്കും, കുട്ടപ്പൻ അവനിപ്പോ ഓക്കെ ആണോ? അതിന് കാക്കാഷി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി അവന്റെ ബാക്കി കാര്യങ്ങള് അത് ജിറയ മാമൻ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും. അപ്പൊ ഹൊക്കാഗ അവനൊരു ബുക്ക് എടുത്ത് ഇപ്പൊ കയ്യിൽ കൊടുക്കും. ഇത് നിനക്കുള്ള ഒരു പുതിയ മിഷനാണ്, അൻബു ബ്ലാക്ക് ഓപ്സ്. അവർ ഒറോച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് വലിയ റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷൻ ആണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ ടീമിനെ തന്നെ ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കക്കാഷി ആ ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് ഇപ്പൊ ഹൊക്കാഗയോട് പറയും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടീം അത് തന്നെയാണ് ദ ബെസ്റ്റ് ടീം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു ടീമിനെ കാണിക്കും. കിബ, ഹിനട്ട, ഷിനോ. കാക്കാഷിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ടീമാണ് ഈ ഒരു ടീം. അപ്പൊ കാക്കാഷി അവരോട് ചോദിക്കും, നിങ്ങളുടെ മിഷൻ അതെന്താണെന്നറിയോ? അതിന് ഷിനോ പറയും, ഒറോച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ട് അത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ മിഷൻ. എന്റെ ഇൻസെക്ട് വെച്ച് അവന്റെ ചക്ര പവർ മുഖേന നമുക്ക് വളരെ എളുപ്പത്തില് അവരുടെ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കിബ പറയും, ഞാനും അക്കമൊരു പട്ടിക്കുട്ടിയും ചേർന്ന് സ്മെല്ല് ചെയ്ത് വില്ലന്മാരെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് പറഞ്ഞു തരാം. അപ്പൊ അവസാനമായിട്ട് ഹിനട്ട പറയും, അവരുടെ അടുത്തെത്തിയതിനു ശേഷം എന്റെ വ്യാഹു കണ്ണുവെച്ച് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. മാത്രമല്ല എനിക്ക് വളരെ എളുപ്പത്തില് സാസുകയും കണ്ടുപിടിക്കാൻ കഴിയും. നറൂട്ടോ കുട്ടപ്പന് ഇപ്പൊ നമ്മൾ സാസുകയെ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം അറിയോന്ന് അവള് ചോദിക്കും. അതിന് ഷിനോ പറയും, അവനത് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല, അവനായിരിക്കും ആദ്യം നമുക്ക് മുൻപേ ഓടുക. കട്ട് ചെയ്ത ഇവിടെ ജിറയ മാമൻ ആള് കുട്ടപ്പനോട് ചോദിക്കും, നീ റെസൻഗൺ പവർ അത് വേറെ ലെവലിൽ എത്തിച്ചല്ലേ? ഇപ്പൊ നിനക്ക് ഫോർത്ത് ഹൊക്കാഗെ കഴിഞ്ഞും കൂടുതൽ ഒരുപാട് പവർ ഉണ്ട്. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, പക്ഷെ എനിക്കിനി ആ ജിപ്സു അത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ കില്ലർ മൂവ് വരെ കണ്ടുപിടിച്ചു, പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം തന്നെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ പൊട്ടിത്തെറിക്കും. അതിന് മാമൻ ഇപ്പൊ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് അവന്റെ തോളിൽ കൈയിടും. ഞാൻ നിനക്ക് മാസ്റ്റർ മാത്രമല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ്. നിനക്ക് ഇനിയും ഒരുപാട് ജിപ്സും ഒരുപാട് ട്രെയിനിങ്ങും ഞാൻ തരും. നീ എന്റെ കൂടെ വായോ എന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ തുള്ളിച്ചാടി, യാഹൂ ഞാൻ റെഡിയാണ്, നമുക്ക് എപ്പോ പോവാന്ന് ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ പറയും, അതിനു മുൻപ് നിന്റെ കൈ റെഡി ആവണം. അപ്പോഴേക്കും ഞാനൊരു അടിപൊളി കുളി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് മാസ്റ്റർ ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും